കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഈ ജ്യൂസ് കുടിക്ക. അയ്യോ, എനിക്കിപ്പോ വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. രാവിലെ ഒരു ഗ്ലാസ് പഴച്ചാറ് ഇവിടുത്തെ പതിവാ. മാഡം പറയുന്നത് എന്താണെന്നറിയോ? ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള ഉത്സാഹം ഒരു ഗ്ലാസ് ജ്യൂസിൽ നിന്ന് കിട്ടുന്നു. ഇത് കുടിക്ക് കുടിക്ക്. മാഡം വിളിപ്പിച്ചിട്ട് എന്തു പറഞ്ഞു? വിവരങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. ആന്റിയുടെ കൂടെ പുറത്തു പോകാൻ എന്നെ വിളിച്ചിരിക്കാം. അതെയോ? എങ്കിലതൊരു അത്ഭുതമാണല്ലോ. അങ്ങനെ ആരും കൂടെ കൊണ്ടുപോകുന്ന പതിവ് മാഡത്തിനില്ല. മാഡത്തിന്റെ ഒരു പൊസിഷൻ വെച്ച് ആരും ഒപ്പം കാറി കയറാൻ ധൈര്യപ്പെടുകയില്ല. പിന്നെങ്ങനെയാ? മോള് പേടിക്കണ്ട. മാഡം നേരിട്ട് ക്ഷണിച്ചതല്ലേ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചുരുക്കം. നിസ്സാര കാര്യമല്ല കേട്ടോ. ഇതൊരു ഭാഗ്യാണെന്ന് വിചാരിക്ക്. വിടാതെ പിടിച്ചോ. ഞാൻ പറഞ്ഞതിനൊക്കെ അപ്പുറമാ വിമല മാഡത്തിന്റെ പദവി. ഏതൊക്കെ നിലയിലുള്ള ആളുകളുമായിട്ടാണെന്നോ പരിചയം. മോൾക്കും അത്തരം ബന്ധങ്ങളും പരിചയങ്ങളും ഉണ്ടാവും. വലിയ നിലയിലെത്താം. ദൈവം ഒരു വഴി തുറന്നു തന്നു വിചാരിക്കും. എന്നാ പിന്നെ എളുപ്പം ഒരുങ്ങി നിക്ക്. എപ്പോഴാ വിളിക്കുന്നേന്നറിയില്ല. അപ്പോ ആരുമില്ലാത്ത പാർട്ടിയാണ് അല്ലേ മാഡം? ആരുമില്ലെന്ന് ഇനി പറയാൻ പറ്റില്ല. ഞാനുണ്ടല്ലോ. ചോദിക്കാനും പറയാനും ഇങ്ങോട്ടാരും വരില്ലെന്ന് ഉറപ്പുണ്ട്. ഓരോരുത്തരായി നട തള്ളിയതാണ്. ആരെങ്കിലും തേടി വന്നാലും പെണ്ണവരോടൊപ്പം പോകുന്നു തോന്നുന്നില്ല. അവളുടെ കണ്ണിൽ ഇതൊരു അഭയസ്ഥാനമാണ്. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. രക്ഷകയായി വിമല മേനോനല്ലേ ഉള്ളത്. അല്ല, ഇവിടെ എത്ര ദിവസത്തേക്കാ നിർത്താൻ ഉദ്ദേശിക്കുന്നത് മാഡം? ഏറിയാൽ ഒരാഴ്ച, അത്രയും മതി. അത് കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് മാറ്റണം. ബാംഗ്ലൂരിലേക്ക് ആയിക്കോട്ടെ. ഇതുപോലൊരാളിന്റെ ആവശ്യം ഇപ്പൊ ബാംഗ്ലൂരിലാണ്. അല്ല, അങ്ങനെ ഷിഫ്റ്റിംഗ് അവൾ സമ്മതിക്കും? സ്വയം സമ്മതിക്കാത്തവരെ നമ്മൾ എന്താണ് ചെയ്യുക ശരത്? സമ്മതിപ്പിക്കും.
ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ രക്ഷകയാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ബാംഗ്ലൂരിലേക്ക് അവളെ നമ്മളങ്ങ് വെറുതെ കൊണ്ടുപോവുകയല്ല. അതിനു മുമ്പ് ഇവിടെ ഒരു ചടങ്ങുണ്ട്. മനസ്സിലായോ ശരത്തിന്? സോറി മാഡം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ചെറിയൊരു പരിഭവം. കുറെ നാളായി നല്ലൊരു കണി കണ്ട് തൊഴുതിട്ടെന്ന്. അയാൾക്ക് വേണ്ടി ഗംഗ കണി ഒരുക്കട്ടെ. ഒരുക്കുന്ന ആൾ തന്നെ കണിയും കാഴ്ചയും ഒക്കെ ആയിക്കോട്ടെ. ആളാരാണെന്ന് മനസ്സിലായോ? യെസ് മാം. അയാൾ ഹാപ്പി ആയാൽ നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതല്ല. എന്റെ കെയർ ഓഫിൽ ആരെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം മുതലാക്കാനും എനിക്കറിയാം. വന്നുവിട്ടിരിക്കുന്ന ഇര മോശമൊന്നുമല്ല. ചൂണ്ട നമ്മുടെ കയ്യിലുണ്ട്. പിന്നെന്തിനും മടിക്കണം. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എനിക്കൊട്ടും പിടിക്കാത്ത കാര്യമാണ്. മാഡം, മിനിസ്റ്റർ മുകുന്ദ സാറാണ്. എടുക്ക്. ഗുഡ് മോർണിംഗ് സർ. ഉണ്ട്, കൊടുക്കാം. 1 സെക്കൻഡ്. ആ മുകുന്ദൻ. യെസ്, ഗുഡ് മോർണിംഗ്. പറയൂ. അതെയോ? ഓക്കെ, അതപ്പോ അങ്ങനെ തന്നെ ചെയ്യൂ. നോർമൽ പ്രൊസീജിയർ ഒന്നും നോക്കണ്ട. ഓക്കെ, ശരി. വാ. ദേ, ഇവിടെ നിന്നാ മതി. മാഡം വരട്ടെ. സാധാരണ ആന്റി പുറത്തെവിടേക്കാ പോകുന്നത്? അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അങ്ങോട്ട് ചോദിക്കുന്നതും ഇഷ്ടമല്ല. മാഡത്തിന്റെ മൂഡ് പോലിരിക്കും. ചിലപ്പോ ഷോപ്പിങ്ങിനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും MPയെയോ മന്ത്രിമാരെയോ മറ്റോ കാണാനായിരിക്കും. അതും അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കോ പള്ളിയിലേക്കോ ആയിരിക്കും യാത്ര. പള്ളി പോവോ? പള്ളിയിലും മോസ്കിലും ഒക്കെ പോവും. എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്ന ആളാ. ഇനി നേരെ കൊച്ചിയിലേക്കോ മൂന്നാറിലേക്കോ വണ്ടി വിടാനും മതി. കൊച്ചിയിലിപ്പോ സാധാരണ പോകുന്ന ഫ്ലൈറ്റിലാ. മോൾക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടോ? അതെന്തിനാ? ചിലപ്പോ വേണ്ടി വരും. സാരമില്ല, ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. പിറ്റേ ദിവസം പാസ്പോർട്ട് ഇവിടെ എത്തിക്കാൻ ആളുണ്ട്. ക്യൂട്ടായിട്ടുണ്ടല്ലോ. പോകാം, വാ. വണ്ടി എടുക്ക. യെസ് മാഡം. എന്താ? എപ്പോ? ഇത് പറയാനാണോടാ നീ ഇപ്പൊ ഈ ഫോണിലോട്ട് ഇങ്ങോട്ടോ എത്തിയത്? ഇഡിയറ്റ്. സ്പോട്ട് വരെ പറഞ്ഞു തന്നതല്ലേ? ഞാനങ്ങോട്ട് വന്നാല് അവിടൊക്കെ ഒന്ന് അരിച്ച് പറക്കി നോക്ക്. അവളെ കിട്ടുമോ നോക്ക്. ഓ, എന്തു പറ്റി? ആരോടാ ചൂടാവുന്നേ? ആ നാശം പിടിച്ചവൾ സ്ഥലം വിട്ടെന്ന് ഗംഗ. അയ്യോ, നമ്മുടെ പാർട്ടി ചെന്നപ്പോ സോളമന്റെ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. സോളമൻ ലീവ് എടുത്ത് അവന്റെ വീട്ടിൽ പോയിരിക്കുന്നെന്ന്. നല്ലൊരു ചാൻസ് കളഞ്ഞു കുളിച്ചു. കൈ കിട്ടിയെന്ന് വിചാരിച്ചതാ. ഇനി ഒന്ന് തുടങ്ങണം. കറങ്ങി തിരിഞ്ഞ് അവൾ ഇവിടെങ്ങാനും വന്ന് കേറുവോ? ശാരദേച്ചി ഇവിടെയല്ലേ ഉള്ളത്? വരുവോ? ഹേയ്, ഇങ്ങോട്ടൊന്നും വരില്ല. അവക്കറിയാം സ്ഥലം ഇത് വേറെയാണെന്ന്. അല്ല, അവളുടെ കാര്യമായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. രായ്ക്ക് രാമാനും വീട് വിട്ട് ഇറങ്ങി പോയവളല്ലേ, അതും ഒറ്റയ്ക്ക്. എവിടെ കേറി ചെല്ലാനും കൂസല് കാണില്ല. അങ്ങനെ വരുവാണെങ്കിലേ ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന പരിപാടിയായിരിക്കും പിന്നെ നടക്കുക. പിടി കിട്ടാത്ത മറ്റൊരു കാര്യമുണ്ട്. സോളമൻ അവളുടെ ബോഡി ഗാർഡായി നടന്നിട്ട് അവൻ അവിടുന്ന് പോയെന്ന് പറയുമ്പോ അല്ല, അവളുടെ കയ്യിരിപ്പ് അതല്ലേ. അയാള് ബാധ ഒഴിപ്പിച്ച് വിട്ടതാവും. എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്.
അപ്പോഴും ടെൻഷൻ നമുക്കാ. വീണ്ടും തേടി പിടിക്കണ്ട ശല്യത്തിനെ. എല്ലാ പദ്ധതിയും തയ്യാറാക്കി വല ഒരുക്കിക്കൊണ്ട് ചെന്നതാ. ചെരുപ്പൊന്നും കാണാനില്ലല്ലോ. ഇതുങ്ങൾ ഇതെവിടെ കൊണ്ടിട്ടിരിക്കുക? ആ അല്ലേ, വേണ്ട. അമ്മേ, അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? എങ്ങോട്ടീ പോകുന്നേ? വിട്, എനിക്ക് അമ്പലത്തിൽ പോണം. മാഷ് അവിടെ നോക്കി നിൽക്കും. വിട്. അമ്പലത്തിലൊക്കെ പിന്നെ പോവാം. അമ്മ വാ. ആരും പറഞ്ഞു? മാഷ് ഗംഗ അവിടെ കാത്തിരിക്കുക. എന്നെ വിട്. വിടാൻ പറഞ്ഞപ്പോ കുളിച്ചിട്ട് പോകാം അമ്മേ അമ്പലത്തില്. ഞാൻ അവിടെ ചെന്ന് കുളത്തിൽ കുളിച്ചോളാം. തുടങ്ങി ഒടുക്കത്തെ വിളി. ഇന്ന് വരെ ഞാൻ കരയുന്ന കേക്കമ്മേ. എന്താ ഇവിടെ? അയ്യോ, മുറ്റത്തേക്ക് ഇറങ്ങിയോ? പിടിച്ചകത്തോട്ട് കൊണ്ടുപോടി ആ നാശത്തിനെ. അയ്യോ ദേവി, ഇത് വാ അമ്മേ. എന്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ? എനിക്ക് അമ്പലത്തിൽ പോണം. ഓ, എനിക്കിതങ്ങോട്ട് കണ്ടിട്ട്. നീയും കൂടെ പോയെന്ന് സഹായിക്ക് സൗദാമിനി. ദേ, ഒരു പണിയൊപ്പിച്ച് വെച്ചിട്ട് ഓർഡർ ഇടുന്നോ നിങ്ങള്? സർവാംഗം അങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. ഒന്ന് ചെല്ലെന്നേ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അകത്തേക്ക് വാ. മര്യാദക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്ക് അമ്പലത്തിൽ തൊഴാൻ പോണം. ഓ, തൊഴിക്കാൻ ഞാൻ. പിടിച്ചകത്തോട്ട് കൊണ്ടുപോടി. അമ്പലത്തിൽ പോണോ എനിക്ക്? സൂക്കേടെടുത്ത കൈ പിടിച്ച് തിരിച്ചു കളയാൻ ഞാൻ. അമ്പലത്തിൽ പോണം. വീടമ്മേ, സുഖമില്ലാത്തതല്ലേ? വീട്. അതിനല്ലേടി നിന്നെ നോക്കാൻ ഏൽപ്പിച്ചത്. എവിടെ പോയി വാതുറന്നിരിക്കായിരുന്നു നീ? പോണം. അമ്പലത്തിൽ പോണം. ഇങ്ങോട്ട് നടക്കതള്ളേ. ഇങ്ങോട്ട് വരാൻ. വാ ഇങ്ങോട്ട്. ഇത് അസുഖമല്ല, അഹങ്കാര. വെറുതെ ഇന്ന് കൊടുത്തേന്റെ ഇളക്കോ ചെലുത്താണോ ചെലുത്തുന്നത്? നടക്ക് ഇങ്ങോട്ട്. അമ്മ എങ്ങനെ പിടിച്ച് വലിക്കില്ലേ? അതിന് 4 നേരം ഉരുട്ടി കൊടുക്കുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഊട്ടിക്കുന്നുണ്ട്. വാ ഇങ്ങോട്ട്. കാശ് കൊടുത്ത് മേടിച്ച സാധന. നിങ്ങളുടെ കാല് തൊല്ലി ഓടിക്കും ഞാൻ. ഓടിക്കോ, എന്റെ കാൽ വലി ഓടിക്കോ. ഇവള് ഇന്ന് ഞാൻ വിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ തല്ലിയല്ലേ? എന്നെ അമ്പലത്തിൽ വിടില്ല. എന്താ സൗദ? എന്ത് പറ്റി? എന്ത് പറ്റി നിനക്ക്? നിങ്ങളൊന്ന് അടങ്ങ് തള്ളേ. നീ ഒന്ന് പോടി. നിങ്ങളെ അവിടെ കിടത്തിയിരുന്നല്ലേ തള്ളേ? മിണ്ടാതെ കിടന്നോളെ. നാശം. തുറക്ക്, തുറക്ക്. പോവരുത്. അമ്മ പൂട്ടിയിടല്ലേ? നിന്റെ ശബ്ദം ഇവിടെ കേട്ടു പോവരുത്. ഒച്ച പൊങ്ങി അടുത്ത മുറി നിന്നെ പൂട്ടിയിടില്ലേ? മാഷേ, എനിക്ക് അമ്പലത്തിൽ പോണം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? പുറലോകം ഇനി മേലെ കാണില്ല. നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരു തൊടലും കൂടെ മേടിച്ചോണ്ട് വരണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. നാശം. അവരുടെ ഒരു മാഷം. കേറി പൊടിയാത്ത. ഈ പിള്ളേരൊക്കെ എവിടെ പോയി കിടക്കുക?
കഴിക്കാൻ എന്താ എടുക്കേണ്ടത് മാഡം? ഒന്നും വേണ്ട, മോൾക്ക് വേണമെങ്കിൽ കൊടുക്ക്. വേണ്ട, ഷോപ്പിംഗ് മോളിൽ നിന്ന് ഫ്രൂട്ട് സലാഡ് കഴിച്ചതേ ഉള്ളൂ. ആ പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇപ്പൊ പർച്ചേസ് ചെയ്തത് പാക്ക് ചെയ്ത് വെച്ചേക്കാനൊന്നും അല്ല. ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് വേണം ഇവിടെ നിൽക്കാനും പുറത്തു പോവാനും, കേട്ടോ? ഇത്രയും വിലയുള്ളതൊന്നും വേണ്ടായിരുന്നു. ആര് പറഞ്ഞു? പ്രസന്റ് തരുന്നയാളാണ് വില തീരുമാനിക്കുന്നത്. അതോ ഞാനിതൊക്കെ എടുത്തു തന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ഐ മീൻ, കുറച്ചിലായി തോന്നുന്നുണ്ടോ? ഇല്ല, ആ പറച്ചില് കേട്ടപ്പോ അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. സോറി ആന്റി. എന്താ സോറി? വേണ്ട, മറന്നുപോയോ? ഇറ്റ്സ് ഓക്കെ. മാഡത്തിന്റെ കൂടെ പോകുമ്പോ ഒരുക്കത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. അത് സ്ട്രിക്റ്റാ. മോള് വാ, നമുക്ക് റൂമിലേക്ക് പോ. വാ ചെല്ലേ. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാം മോൾക്ക് നന്നായിട്ട് ചേരും. തന്നെ സെലക്ട് ചെയ്തതാ? അല്ല, ഞാൻ നോക്കിയിരുന്നതേ ഉള്ളൂ. ആന്റിയുടെ സെലക്ഷനും. അക്കാര്യത്തിൽ മാഡത്തിന് സമ്മതിക്കണം. കടയിൽ ചെന്നാ കുറച്ച് സമയം മതി. അധികം വാരി വലിച്ചൊന്നും നോക്കില്ല. പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ കൂട്ടത്തിന്ന് ചിലത് ചൂണ്ടിക്കാണിക്കും. അത് കറക്റ്റ് ആയിരിക്കും. ഷോപ്പുകളിലൊക്കെ ആളുകൾ വലിയ റെസ്പെക്റ്റോടെയാ ആന്റിയോട് പെരുമാറുന്നത്. ശ്രദ്ധിച്ചോ അതൊക്കെ? ഇപ്പൊ മനസ്സിലായോ മാഡത്തിന്റെ വില? ഇത് നല്ല ഭംഗിയായിരിക്കും. അധികം മോഡേൺ ഗാർമെന്റ്സ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി അതൊക്കെ ശീലിക്കണമെന്നേ. എന്നാലും ഇത്രയും പണം മുടക്കി ആന്റി എന്തിനാ ഇതൊക്കെ എനിക്ക് എടുത്തു തന്നെ? സ്നേഹം കൊണ്ട്. അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ സ്നേഹിച്ചാ മാഡം സ്വന്തം ജീവൻ വേണമെങ്കിലും കൊടുക്കും. എത്രയോ നാളായി ഞാൻ ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരാളോട് മാഡം അടുപ്പം കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. സ്വന്തം മോളെ പോലെയാ ഗംഗയെ കാണുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പം കൊണ്ട് നടക്കില്ല. ഇന്ന് പോയ കടയിലേക്ക് നാളെ മോളെ ഒറ്റയ്ക്കൊന്ന് ചെന്ന് നോക്ക്. ആളുകൾ വണങ്ങി നിൽക്കും. അവർക്ക് മനസ്സിലായില്ലേ മാഡത്തിന്റെ ആളാണെന്ന്. ആന്റിയുടെ മക്കളൊക്കെ എവിടെയാ? ഹസ്ബൻഡും മക്കളും ഒന്നും ഇല്ലേ ആന്റിക്ക്? അത് പിന്നെ മാഡം കല്യാണം കഴിച്ചിട്ടില്ല. അത്രേ എനിക്കറിയൂ. അതിനപ്പുറം ഒരു കാര്യവും എനിക്കെന്നല്ല ഇവിടെ ആർക്കും അറിയില്ല. ദേ, അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് മാഡത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ചോദിച്ചേക്കല്ലേ. വെറുതെ വിരോധം പിടിച്ചുപറ്റാൻ നിൽക്കണ്ട. ഞാൻ ചെല്ലട്ടെ, ജോലി തീർന്നിട്ടില്ല. ഇവിടെ സാധാരണ TV വെക്കാറില്ലേ? എന്തിനാ? സീരിയല് കാണാനാണോ? അല്ല, ന്യൂസൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ച. ഒച്ചയും ബഹളമൊന്നും മാഡത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ടിവിയും വെക്കാറില്ല. നല്ല മൂഡിലാണെങ്കിൽ സിനിമ കാണും. അതും ഹിന്ദിയോ ഇംഗ്ലീഷോ. അതിന് ഹോം തിയേറ്റർ ഉണ്ട്. അതിനുള്ളിൽ മറ്റാർക്കും പ്രവേശനമില്ല. കുറെ കൂടി അടുപ്പമാകുമ്പോ ചിലപ്പോ മോളെ വിളിച്ച് സിനിമ കാണിക്കുമായിരിക്കും. പിന്നെ ന്യൂസ് അറിയാനായിട്ട് മാഡത്തിന് TV വെക്കേണ്ട ആവശ്യമില്ല. മാഡത്തിന്റെ ഫോണിൽ എല്ലാ ന്യൂസ് അറിയാനുള്ള സംവിധാനവും ഉണ്ട്. 3 ഫോണുണ്ട് മാഡത്തിന്. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എനിക്ക് ആന്റിയുടെ ഫോണും തരാമോ? അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഫോണില്ലല്ലോ മോളെ. മൊബൈൽ ഫോൺ ഇല്ലേ? പിന്നെങ്ങനെയാ ബന്ധുക്കളൊക്കെ വിളിക്കുന്നത്? അതിന് ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഞാൻ അനാഥയാ മോളെ.
എന്റെ അച്ഛനും അമ്മയും ദൈവവും എല്ലാം മാഡം. എനിക്ക് ഈ ലോകത്ത് കടപ്പാടുള്ളത് മാഡത്തോട് മാത്രം. അല്ല, ആരെ വിളിക്കാനാ മോള് ഫോൺ ചോദിച്ചത്? വാര്യരങ്കിളിനെയാണ്. ഇരുട്ടിന് ശേഷം വെളിച്ചം, രാത്രിക്ക് ശേഷം പകൽ. ഈ ലോക നിയമം ഗംഗയ്ക്ക് ബാധകമല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ, എവിടെയോ പ്രത്യാശയുടെ നറുതിരിവട്ടമുണ്ട്, പ്രതീക്ഷയുടെ ആദ്യ കിരണങ്ങളുണ്ട്. കാത്തിരിക്കാം നമുക്ക്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.